ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭയിൽ ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ സംഘർഷം ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമേഷ്യ എത്രയും വേഗം സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങട്ടെ എന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. इस समय पश्चिमी एशिया के हालत चिंताजनक है। अब इस संकट को 3 सप्ताह से ज्यादा हो रहा है। इसका पूरे विश्व की अर्थव्यवस्था पर, लोगों के जीवन पर बहुत ही विपरीत असर हो रहा है। इसलिए पूरी दुनिया इस संकट के जल्द से जल्द समाधान के लिए सभी पक्षों से आग्रह भी कर रही है। भारत के सामने भी इस युद्ध ने अप्रत्याशित चुनौतियां खड़ी कर दी हैं। ये चुनौतियां आर्थिक भी हैं, नेशनल सिक्योरिटी से जुड़ी भी हैं और मानवीय भी हैं. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം പുരോഗമിക്കുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് 2008, കമ്പനീസ് ആക്ട് 2013 എന്നിവ ഭേദഗതി ചെയ്യുന്നതിന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. രാജ്യസഭയിൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെയാണ് പത്രിക സമർപ്പിക്കാൻ സമയം അനുവദിച്ചിരുന്നത്. പ്രമുഖ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. ഈ മാസം 26 വരെ പത്രിക പിൻവലിക്കാം. 140 മണ്ഡലങ്ങളിലേക്കും അടുത്ത മാസം 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 85% ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇതിനായി കൂടുതൽ യുവ വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിലെത്തിക്കാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. വിവിധ മുന്നണികളുടെ ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിനായെത്തും. ബിജെപിക്കായി പ്രധാനമന്ത്രിയും മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ, പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എന്നിവർ എത്തും. കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം ഈ മാസം 25-ന് കോഴിക്കോട്ട് ആരംഭിക്കും. LDF പ്രചാരണത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ ജില്ലകളിൽ പര്യടനം നടത്തുകയാണ്. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. voters.eca.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർമാർ വഴിയോ അപേക്ഷിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മാധ്യമപ്രവർത്തകർക്കായി തയ്യാറാക്കിയ വോട്ടറിവ് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നാൾവഴികൾ കൈപ്പുസ്തകം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി, PIB ഡെപ്യൂട്ടി ഡയറക്ടർ ആതിര തമ്പി എന്നിവർ സന്നിഹിതരായിരുന്നു. പശ്ചിമബംഗാളിൽ SIR-ന് ശേഷമുള്ള ആദ്യ സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. പരാതിയുള്ള വോട്ടർമാർക്ക് ECI നെറ്റ് ആപ്പ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായും ജില്ലാ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസുകളിൽ ഓഫ്ലൈനായും അപ്പീൽ നൽകാം. ദൂരദർശനിലും ആകാശവാണിയിലും സൗജന്യ പ്രക്ഷേപണത്തിനായി ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് ഡിജിറ്റൽ വൗച്ചറുകൾ അനുവദിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അസം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ചാണ് നടപടി. ഇത് പ്രകാരം ഓരോ പാർട്ടിക്കും ദൂരദർശനിലും ആകാശവാണിയിലും 45 മിനിറ്റ് വീതം അടിസ്ഥാന സമയം അനുവദിച്ചിട്ടുണ്ട്. ഒമാനിൽ മിന്നൽ പ്രളയത്തിൽപ്പെട്ട് കാണാതായ പാലക്കാട് സ്വദേശി റംലയുടെ മൃതദേഹം കണ്ടെത്തി. ഒരു ദിവസം നീണ്ട തിരച്ചിലിന് ഒടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അപകടത്തിൽ റംലയുടെ മകൻ യൂസഫ്, യാത്രാസംഘത്തിലുണ്ടായിരുന്ന ഷംല എന്നിവർ മരിച്ചിരുന്നു. ഷംലയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ എണ്ണക്കപ്പൽ കടത്തിവിടാൻ ചൈനീസ് പണമിടപാടുകൾ നടത്തിയതായുള്ള സമൂഹമാധ്യമ പ്രചാരണങ്ങൾ വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സമൂഹമാധ്യമങ്ങളിലൂടെ ഇത്തരം അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1387 പോയിന്റ് താഴ്ന്ന് 73,146-ലും നിഫ്റ്റി 467 പോയിന്റ് താഴ്ന്ന് 22,647-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഉച്ചതിരിഞ്ഞ് ഗ്രാമിന് 400 രൂപ കുറഞ്ഞ് 12,435 രൂപയും പവന് 3,200 രൂപ കുറഞ്ഞ് 99,480 രൂപയുമാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.